ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഈ ഒരു ബനാന കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ ചെറിയ സൈസിലുള്ള 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പഴം 4ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ഈ പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പഴം ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ആ ഒരു പരുവത്തിൽ വേണമെന്ന് വഴറ്റി എടുക്കാനായിട്ട്. പഴം ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, എന്നാൽ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കിടക്കുകയും വേണം. ആ ഒരു രീതിക്ക് വേണമെന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയും ചേർത്ത് 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1/2 കപ്പ് ശർക്കരയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് കൊടുക്കാതെ നമുക്ക് ശർക്കരയും പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കും. ആ ഒരു ചൂട് കൊണ്ട് തന്നെ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി പഴവുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോളും. ഇപ്പോൾ ശർക്കരയും പഴമൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പം ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പഴം മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കൈപ്പിടി അളവിന് പഴമൊന്ന് മാറ്റി വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പഴവും ഗോതമ്പ് പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് കോരി ഒഴിക്കാൻ പാകത്തിന് വേണമെന്ന് കുഴച്ച് എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണമെന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ട് വരാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണമെന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റീമറിൻ്റെ പ്ലേറ്റിൽ ഞാൻ ഒരു കഷ്ണം വാഴയില വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണയൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരുപാട് പൊങ്ങി വരില്ല. നമ്മൾ ഏത് ലെവലിലാണോ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് വെന്ത് വന്നോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്ലേറ്റിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വഴറ്റിയ പഴം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റീമറിലേക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റ് ഒന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ തണുത്തിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതുപോലെ സൈഡിൽ നിന്നൊക്കെ താനെ ഒന്ന് വിട്ട് വന്നോളും. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ടൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ബനാന കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.